ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് മിസ് ഒരു പുതിയ ക്ലാസ് എടുക്കുകയാണ്. ചാപ്റ്റർ എന്താണെന്നറിയാമോ? റാഷണൽ നമ്പേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. നമുക്കറിയാം എന്താണ് റാഷണൽ നമ്പർ. എ നമ്പർ ഓഫ് ദ ഫോം A by B, comma, B not equal to 0 is known as a rational number. Example, 3 by 7, numerator divided by denominator. Minus 4 by 9, second example. Then 8 by 11, that is also a rational number. Same way, 3 is a rational number. How can you write that 3? 3 എങ്ങനെ എഴുതാം? 3 by 1 എന്ന് എഴുതാം. അപ്പോൾ 3, 5, -7 etc. are rational numbers. അപ്പം നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങളെ, റാഷണൽ നമ്പേഴ്സിന് അഡിഷൻ ചെയ്യാം, സബ്ട്രാക്ഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മിസ്സ് ഫ്രാക്ഷൻസ് എന്നും പറഞ്ഞ് എങ്ങനെയാണ് ഫ്രാക്ഷൻസ് എല്ലാം പഠിക്കേണ്ടതെന്ന് ഓരോ ക്ലാസ്സായിട്ട് മിസ്സ് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. നിങ്ങൾക്കറിയാം നമ്മൾ 8th പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പറിനാണ് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ക്ലോഷർ, CLOSURE, ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയും. Closure property says if two fractions are there, suppose if A by B is a fraction or a rational number, C by D is also a rational number, then closure property says these are rational numbers. Then closure property says A by B plus C by D ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്? ഹൗ ടു ഡു ദിസ്? AD plus BC by BD. This is also a rational number. Then we can say that the set satisfied ക്ലോഷർ പ്രോപ്പർട്ടിക്ക് വേറെ ഒരു പേരാണ് ക്ലോസ്ഡ്. ഇപ്പം മിസ് ഒരു എക്സാമ്പിൾ കാണിക്കട്ടെ. 2 by 3 is a rational number. 1 by 4 is also a rational number. Agree? 2 by 3 and 1 by 4 are rational numbers. Then what is 2 by 3 plus 1 by 4? That is equal to, ഇവിടെ കോമൺ ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് എന്താണ് LCM? 3 4s are 12 is the, if the product is the LCM, the method is cross multiply. കണ്ടോ, ഇങ്ങോട്ട് നോക്കിയേ മിസ്സിൻ്റെ കയ്യ്. 2 into 4 plus 1 into 3. അപ്പോൾ എത്ര കിട്ടി? 8 plus 3, 11 by 12. Is it 11 by 12 a rational number? Yes, 11 by 12 is also a rational number. Therefore, we can say that this addition satisfied closure property, or it is also a rational number. CBSE-കാർ എഴുതുമ്പോൾ എഴുതുന്നത് it is also a rational number. Understand the first property? Then listen all of you. Then second one, minus 2 by 5, comma, minus 3 by 7. Both are rational numbers. Agree? In Q means they are in rational number. Then our aim is to show that addition is a rational. Addition എന്ന് പറയുമ്പോൾ minus 2 by 5 plus minus 3 by 7. Here also no common factor, 35. What to do? പെട്ടെന്ന് പറഞ്ഞേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. -14 plus -15. If two numbers are of the same sign, ഇൻറ്റിജേഴ്സിൻ്റെ ക്ലാസ് മിസ് ഇട്ടിട്ടുണ്ട്. If two numbers are on the same sign, -29 by 35. This is also a rational number. Therefore, the set satisfied which property? ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടി? 2 നമ്പർ എടുക്കുക. നമ്പർ 3 and 4. എഗ്രി?
They are rational numbers, 3 by 1, 4 by 1. Therefore, 3 plus 4 in Q. What is 3 plus 4? 7 is also a rational number. Therefore, closure property satisfied. Then second one is, എന്താണെന്നറിയാമോ? Second property is commutative property. Commutative property. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഉള്ളവർ പറയത്തില്ലേ, 3യും 4ഉം കൂടെ കൂട്ടുന്നതും 4ഉം 3യും കൂടെ കൂട്ടുന്നതും സെയിം ആടാന്ന് നമ്മുടെ പപ്പാമാരൊക്കെ പറയത്തില്ലേ അല്ലേ? 3 + 4 ഇഫ് എ ബൈ ബി ആൻഡ് സി ബൈ ഡി ഇൻ ക്യൂ. നമ്മൾ റാഷണൽ നമ്പറാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ തിയറം പറയുന്നത്? എ ബൈ ബി പ്ലസ് സി ബൈ ഡി ആഡ് ചെയ്യുന്നത് തന്നെയാണ് സി ബൈ ഡി പ്ലസ് എ ബൈ ബി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ ആയോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? ഒരു എക്സാമ്പിൾ ആര് പറയും? 2, 5 ഇൻ ക്യൂ അല്ലേ? സിമ്പിൾ എക്സാമ്പിൾ ആരെങ്കിലും പറയാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് എക്സാമ്പിൾ വരണം. ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് 2 + 5? ദാറ്റ് ഈസ് സെയിം ആസ് 5 + 2. 2 + 5 is 7 = 7 in Q. Therefore, the commutative property is satisfied. നിങ്ങളുടെ മനസ്സിൽ കിടക്കേണ്ടത് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നാണ്. ഓക്കെ ആയോ എന്ന് പറഞ്ഞേ മിസ്സിനോട്. ദെൻ മിസ് ഒരു പ്രോബ്ലം കൂടെ ഫ്രാക്ഷൻ വെച്ച് ചെയ്യട്ടെ. നോക്കിക്കോ. 3/5, -2 എന്താ വേണം? 7. ഓക്കെ, പറഞ്ഞു. ഹൗ ടു പ്രൂവ് ദാറ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്? എഴുതിക്കേ മോളെ. 3/5 പ്ലസ് -2/7 ഒരു സൈഡിൽ. ദാറ്റ് ഈസ് സെയിം ആസ് -2/7 പ്ലസ് 3/5 അല്ലേ? ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ക്ലാസ്സിലൊക്കെ പോകാതോ വല്ല പനിയായിട്ടൊക്കെ ഇരിക്കുമ്പം എന്താണ് പ്രോപ്പർട്ടി എന്ന് അറിയാനൊന്ന് വീഡിയോ ചെക്ക് ചെയ്യുന്നെങ്കിലോ ഒന്ന് കണ്ട് മിസ് എടുക്കുക. നോക്കിക്കേ, 5 7s ആർ. ഇപ്പം നമ്മൾ ഇതിന് വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? LHS എന്ന് വിളിക്കും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ഇവിടെ എന്താണ്? 35 ഇതിങ്ങോട്ട് കൊടുത്തു. 3 7s ആർ 21 മൈനസ് അല്ലേ? പ്ലസ് ഇൻറ്റു മൈനസ് -10. വാട്ട് ഇസ് ആൻസർ? 11/35 ഇൻ ദ LHS. ഒന്നുകിൽ സ്ഥലമില്ലാത്തവർക്ക് RHS താഴെ എഴുതിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതണം RHS. ഹിയർ ഓൾസോ 35 ഈസ് ദ LCM. നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം കേട്ടോ, ഇത് തിരിച്ചെഴുതുന്നേ ഉള്ളൂ. 21 - 10 അടുത്ത സ്റ്റെപ്പിൽ ആരാകുമെന്ന് പെട്ടെന്ന് പറ. -10 + 21. ചെയ്യാനൊന്നും പോകണ്ട, പെട്ടെന്ന് നോക്കിക്കേ. ആദ്യത്തത് നിങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്തു. 21 - 10/35 ആണ്. അടുത്തത് എങ്ങനെ എഴുതും? -10 + 21/35. There also you will get 11/35. Then we can write LHS = RHS. That means commutative property satisfied. Is it okay? അങ്ങനെയാണെങ്കിലേ നമുക്കറിയാമല്ലോ, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. നമ്മൾ എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും വീട്ടിൽ ഇരുന്ന് ഒരുപാട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മിസ്സ് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നോക്കിയേ. പ്രൂവ് ക്ലോഷർ പ്രോപ്പർട്ടി. കണ്ടോ? കാണാമോ? ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നോന്നൊന്ന് നോക്കിക്കേ. ഒത്തിരി എക്സാമ്പിൾ ആകുമ്പോൾ നമ്മളതങ്ങ് പഠിക്കും. നോക്കിക്കേ, പല ടൈപ്പ് പ്രോബ്ലംസ് മിസ്സ് ചെയ്തു വെച്ചു. ഏത് പ്രോപ്പർട്ടിക്ക്? ക്ലോഷർ പ്രോപ്പർട്ടിക്ക്. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേ. നോക്കിക്കേ, ക്ലോഷർ പ്രോപ്പർട്ടി 1 2 3. എനിക്കറിയാം എഴുതി വരാൻ സമയമെടുക്കും. നിങ്ങൾ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ചെയ്തോണം. ഓക്കെ, മൈനസ് അല്ലേ? ഓക്കെ, -5/7 -8/9 കൂടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മിസ്സ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. അടുത്ത സൈഡിൽ മിസ്സ് എന്തോ ചെയ്തെന്നറിയാമോ? മിസ്സ് കുറേ പേപ്പർ ലാഭിക്കാൻ വേണ്ടി അടുത്ത സൈഡിൽ മിസ്സ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും ചെയ്തു. കണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1, -1/5 + 3/10 ഈസ് സെയിം ആസ് 3/10 + -1/5. ഞാൻ LHSഉം RHSഉം എനിക്ക് സ്പേസ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ താഴോട്ട് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു LHS = RHS. സെക്കൻഡ് പ്രോബ്ലം നോക്കിക്കേ.
ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് പോസ് ചെയ്തിട്ടിട്ട് കാണണം. ഓക്കെ, അപ്പോൾ എല്ലാ പേരൻസിനും പറഞ്ഞു തരാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പോൾ ഹയർ ക്ലാസ്സിലോട്ടൊക്കെ ആകുമ്പോൾ ക്ലാസ്സൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. മിസ് എല്ലാ ക്ലാസ്സുകളും ചെയ്തിട്ടിട്ടുണ്ട്. ഇത് അഡീഷണൽ ക്ലാസ് എഴുതുക. നോക്കിക്കേ, 3 പ്രോബ്ലംസ് ഞാനിവിടെ ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾ തന്നെ ചെയ്യുമോ എന്നറിയാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻ അങ്ങോട്ട് താഴെ ഇട്ടു. എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യണ്ടേ? -2/5 + 3/8 ചെയ്യുന്നത് തന്നെ ആയിരിക്കണം 3/8 + -2/5. അങ്ങനെ കണ്ടോ, 8 പ്രോബ്ലംസ് ഇതിനകത്തൊന്നും കിട്ടി. ഓക്കെ ആയോ? 10 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ 2 പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞു. ദെൻ ക്യാൻ യു സേ വാട്ട്സ് എ തേർഡ് പ്രോപ്പർട്ടി? നമുക്ക് നോക്കാം എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ചിലരുമായിട്ട് ചിലർക്കൊരു കൂട്ടുകെട്ട്, ചിലരെ മാറ്റി നിർത്തും. ഇച്ചിരി കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പം മാറ്റി നിർത്തിയവരെ ചേർത്ത് പിടിക്കും, കൂടെ നിന്നവരെ മാറ്റി നിർത്തും, അല്ലേ? അപ്പോൾ അതാണ് ആക്ച്വലി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നോക്കിക്കോ, 3 റാഷണൽ നമ്പേഴ്സ് വേണം. A/B, C/D, EF/F. ഒരു കാര്യമാണ്, വെറും ABC എന്ന് എടുത്താലും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ A/Bയും C/Dയും കൂടെ അവരാദ്യം അങ്ങ് വലിയ കൂട്ടുകാരായി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആരെ അടുപ്പിക്കത്തില്ല, E/Fനെ അടുപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് അവനെ പിടിച്ച് മാറ്റിയിട്ട്. കണ്ടോ? അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പം ഇവർ തമ്മിലൊരു അടുപ്പക്കേട്. അപ്പോൾ C/D പറഞ്ഞു ഞാൻ മറ്റവൻ്റെ കൂടെ കൂട്ടുകൂടാൻ പോവാന്ന് പറഞ്ഞിട്ട് ആരെ വെളിയിൽ കളഞ്ഞു? A/B പ്ലസ് പിന്നത്തെ കൂട്ടുകെട്ട് ആര് തമ്മിലായി? C/D + E/F ആയി. അല്ലേ? നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെയല്ലേ നടക്കുന്നേ, അല്ലേ? അപ്പം എന്താണ്, ആദ്യം ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഒരു കൂട്ടുകെട്ടിന് നമ്മൾ മാത്സുകാരെന്തോ പറയും? ബ്രാക്കറ്റ്. ഇവിടെ ഓപ്പറേഷൻ പ്ലസ് E/F ഇച്ചിരി നാൾ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ദെൻ A/B + C/D + E/F. നിങ്ങൾക്കറിയാമോ, ഇവർ 3 പേരും ഫ്രണ്ട്സാണ്. അവസാനം ഏത് കൂട്ടുകെട്ടുണ്ടാക്കിയാലും അവരെല്ലാം സ്റ്റുഡൻസ് അല്ലേ, ഫ്രണ്ട്സ് അല്ലേ? അവസാനം വരുമ്പോൾ ആൻസർ എന്തോ വരും? ഒരേ ആൻസർ വരും. അതിനാണ് പറയുന്നത് എന്ത് പ്രോപ്പർട്ടി? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. മിസ് ഒരു എക്സാമ്പിൾ പറയട്ടെ, നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ പറ. 5, 7, 9. ഞാനൊരു ചെറിയ എക്സാമ്പിൾ മനസ്സിലാകാൻ വേണ്ടി. 5, 7, 9 ആരാ കുഞ്ഞുങ്ങളെ? ദേ ആർ റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ആദ്യം ആര് തമ്മിലാ കൂട്ടുകെട്ട്? 5 + 7 + 9നെ അങ്ങ് മാറ്റി നിർത്തി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ 7 5നോട് പിണങ്ങിയിട്ട് ആരുടെ കൂടെ കൂട്ടുകൂടാൻ പോയി? 9ൻ്റെ കൂടെ കൂട്ടുകൂടാൻ പോയി. കണ്ടോ? അപ്പോൾ ഇവർ പറയുക ഞങ്ങൾ കൂട്ടുകാരായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു നോക്കാം. LHS. വാട്ട് ഈസ് 5 + 7? 12 + 9. 12 + 9 21. കണ്ടോ? അപ്പുറത്ത് അപ്പോൾ RHS എന്നാണ് വിളിക്കുന്നതെന്ന് എഴുതിക്കോണം. RHSൽ 5 + 9 + 7 പറ 16. 16 + 5 ആരാ? 21. കണ്ടോ? അപ്പോൾ എങ്ങനെ പോയാലും ഏത് കൂട്ടുകെട്ടാണെങ്കിലും ഈ 3 പേരും ആരാണെന്നാണ് പറയുന്നത്? ദേ ആർ ഫ്രണ്ട്സ്, അല്ലേ? അപ്പം നമുക്കിനി വേറെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ. പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞോ. 2/3, -1/4, 3/5. ഓക്കെ, ദേ ആർ ഓൾ റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി ആരാ മോനെ കൂട്ടുകെട്ട്? LHSലെ കൂട്ടുകെട്ട് ആര് തമ്മിലാ? 2/3 + -1/4 ആണ് ആദ്യം കൂട്ടുകെട്ട്. ദേ ആർ ഫ്രണ്ട്സ് ബ്രാക്കറ്റ് പ്ലസ് 3/5 മാറ്റി നിർത്തി. ഇച്ചിരി കഴിഞ്ഞപ്പം 2/3 പ്ലസ് ബ്രാക്കറ്റ് ആര് തമ്മിലായി? -1/4 + 3/5 തമ്മിലായി. ഇനിയും പറഞ്ഞു, നിങ്ങൾക്ക് എളുപ്പം എന്നെ കാട്ടി മുമ്പേ പറയാം. 3 4s are 12. ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് ദ LCM. കാണാതെ പറഞ്ഞോണം. ക്രോസ് മൾട്ടിപ്ലൈ ഇച്ചിരിയുടെ കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ മാത്സൊക്കെ പഠിച്ചു കഴിയുമ്പം നിങ്ങൾ ഇതുപോലെ ക്ലാസ് എടുത്ത് മറ്റു കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. 4 2s are 8 + 1 - 3. ഓക്കെ ആയോ? ഉടനെ ബ്രാക്കറ്റ് ഞങ്ങൾ ഇപ്പോഴും വിട്ടുതരത്തില്ല. 3/5. 8 - 3 5/12 + 3/5. 12 5s are പറഞ്ഞോ 60. 12 5s are 60. വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 25 + 12 3s are 36. What's the final answer? 6 + 5 1. Is it 61/60?
ഓക്കെ, ദെൻ നമുക്ക് ശരിയാണോന്ന് അടുത്ത ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അറിയാം. 2/3 പ്ലസ് പറഞ്ഞോ 20 ആണിവിടെ, -5 + 12. 2/3 മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം മിസ്സിനോട്. ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിക്കുകയല്ലേ. 12 - 5 ആരാ മോനെ? 7/20. ആര് പറയും? 320, 60 LCM, 20 × 2 40 + 7 3s are 21. വെരി ഗുഡ്. 40 + 21 61/60. കണ്ടോ? LHS = RHS ആണെങ്കിൽ ഉടനെ എന്തോ എഴുതുമെന്ന് എന്നോട് പറ. LHS = RHS മീൻസ് യെസ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. വെരി ഗുഡ്. ജസ്റ്റ് മിസ്സ് ചെയ്ത് പഠിപ്പിച്ച ഒരു ബുക്ക് എടുത്തുകൊണ്ട് മിസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പഴയതുപോലെ പറയുക. കണ്ടോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി 3 4 5 ഇട്ട് ചെയ്തു. കാണുന്നുണ്ടോ? അടുത്തത് നെഗറ്റീവ് നമ്പേഴ്സ് ഇട്ട് ചെയ്തു. -3 4 -5. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, LHS = LHS ഒരു സൈഡിലും RHS ഒരു സൈഡിലും എഴുതി. ബോത്ത് ദ ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും, മറന്നു പോകരുത്. ദെയർഫോർ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ്. മൂന്നാമത്തെ പ്രോബ്ലം നോക്കിക്കേ. കിട്ടുന്നോ നോക്ക്. 2/3 1/3 1/3 ഇൻ Q റാഷണൽ നമ്പർ അല്ലേ? ഒരാൾക്കെങ്കിലും പ്രയോജനമാകട്ടെന്നും കണ്ടാ മിസ് ഇങ്ങനെ സമയം എടുക്കുന്നത്. മിസ്സിന് ഇഷ്ടമാണ് പഠിപ്പിക്കാൻ. എത്ര പഠിപ്പിച്ചാലും മിസ്സിന് കൊതി മാറത്തില്ല. ഓക്കെ, നോക്കിക്കേ. അടുത്തത് നോക്കിക്കേ. 3/7 2/7 1/7. ഓക്കെ ആണോ നോക്ക്. അടുത്തത് എഴുതിക്കോണേ, പോസ് ചെയ്ത് എഴുതിക്കോണേ. 3/5 1/4 2/3. കണ്ടില്ലേ? 91/60 ഇട്ട് 91/60. ഓക്കെ ആയോ? മിസ്സിൻ്റെ അപ്പുറത്തെ പേജൊക്കെ കാണുന്നുണ്ടോ? ഇനി ഒരു പ്രോബ്ലം കൂടെ നോക്കിക്കേ. -3/4 -1/7 2/3 ഇൻ Q. കണ്ടോ? രണ്ട് സൈഡും മിസ് എടുത്ത് ചെയ്തിട്ട പേപ്പറാണ്. നിങ്ങൾക്കപ്പോൾ പ്രാക്ടീസ് കിട്ടട്ടെന്നും കണ്ടുകൊണ്ട് മിസ് ചെയ്തെന്നേ ഉള്ളൂ. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ഈസ് ഇറ്റ് ക്ലിയർ? -1/5 2/3 -1/10 ഇൻ Q. നോക്കിക്കേ, LHSും RHSും ഒക്കെ ഇവിടെ നോക്കിക്കോണം. 15ൻ്റെയും 10ൻ്റെയും LCM എടുക്കണം. 15ൻ്റെ 5 കൊണ്ട് ചെയ്യുമ്പം 3 2 3 2s are 5 60. അല്ലാതെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമല്ല കേട്ടല്ലോ. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ഫ്രാക്ഷൻ്റെ ഇത് ചെയ്യാം. ഓക്കെ ആയോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഒരു 2-3 തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. പ്രൂവ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ ആയോ? എല്ലാ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്ലാസ് കൂടെ ഒരു പ്രോബ്ലം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നോക്കിക്കോ, ലാസ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ആദ്യത്തെ സെക്ഷനിൽ വരുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ മിസ് മൾട്ടിപ്ലിക്കേഷൻ എഴുതിടാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തുവാ? നമ്മൾക്ക് സ്വീറ്റ്സ് ഒക്കെ ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തില്ലേ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് സിമ്പിൾ ABC ഇൻ Q സമ്മതിച്ചല്ലോ. ഇതും Q ആണ്, റാഷൻ നമ്പറാണെന്ന് സമ്മതിച്ചല്ലോ. അപ്പോൾ A × B + C. ഇവിടെ B + C ഒരു വലിയ കൂട്ടുകെട്ടുണ്ടാക്കിയേക്കുക. അപ്പോൾ A ഇങ്ങ് വെളിയിൽ കിടക്കുക. മനസ്സിലായോ? അപ്പോൾ A പറയുവാണ്, എനിക്ക് നിങ്ങളോട് 2 പേരോടും കൂട്ടുകൂടാൻ ഇഷ്ടമാണെന്ന്. എന്തോ വെളിയിൽ കിടക്കുന്ന എന്തോ പറയുന്നത്? എനിക്ക് നിങ്ങളെ 2 പേരെയും ഫ്രണ്ട്സായിട്ട് കൂട്ടുകൂടാൻ ഇഷ്ടമാണെന്ന്. അപ്പോൾ എന്തോ ചെയ്യും മോനെ? A ആദ്യം Bയോട് കൂട്ടുകിട്ടും. A × B പ്ലസ് പിന്നെ A പറയും ഞാൻ നിന്നോടും കൂട്ടുകൂട്ടാം. ആരോട്? Cയോട്. അപ്പം A × B + C ആരായി? A × B + A × C. ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറഞ്ഞേ. 3 7 4. എങ്ങനെ ചെയ്യും? 3 × 7 + 4 is same as 3 × 7 + 3 × 4. സമ്മതിച്ചോ? ഇതൊന്ന് ആദ്യം ചെയ്തേ. LHS എപ്പോഴും ചെയ്യണം. 3 × 7 + 4 11. 3 × 11 33. അപ്പുറത്ത് നോക്കിക്കേ, RHS എന്ന് പറഞ്ഞ് എഴുതിക്കേ.
3 into 7, 21 plus 3 into 4, 12. What is 21 plus 12? That is also 30. അപ്പോൾ ഇവിടെ എല്ലാം എഴുതിക്കോണേ, ഇതെല്ലാം ക്യൂവാ. Therefore, distributive property satisfied. ഓക്കെ ആയോ? നമുക്ക് സമയത്തിൻ്റെ ഇതുകൊണ്ട് മിസ് താണ്ട് ചെയ്തിട്ട പ്രോബ്ലം തരട്ടെ. നോക്കി എഴുതിക്കോ. 5 into 3 plus 4 is same as 5 into 3 plus 5 into 4. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ഈ സമയമാണല്ലോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ. 9 into 1 plus 10 എങ്ങനെ ചെയ്യാം? 9 into 1 plus 9 into 10. ഓക്കെ, നീ നോക്കിക്കോ, ഇതിനകത്ത് കണ്ടിട്ട് പറ്റുന്നോ അതോ ഞാനൊരു പ്രോബ്ലം ചെയ്തു തരണോ? 3/4 into 1/6 plus 2/3. അപ്പോൾ 3/4 ഇൻറ്റു ആദ്യം നിങ്ങൾ 1/6 ഇൻറ്റു 2/3 ചെയ്യണം. 3യുടെയും 6ൻ്റെ LCM 6 ആണ്. 1/6 ഇൻറ്റു 6 പ്ലസ് 2/3 ഇൻറ്റു 6 ചെയ്യുമ്പം അവിടെ കിട്ടുന്ന ആൻസർ 5/8. കണ്ട, ഏതാണ്? 3/4 ഇൻറ്റു 1/6 പ്ലസ് 2/3 കിട്ടിയത് 5/8. ഇനി RHS ആരായിരുന്നു? 3/4 ഇൻറ്റു 1/6 പ്ലസ് 3/4 ഇൻറ്റു 2/3. ഇവിടെ വെട്ടാവുന്നതൊക്കെ വെട്ടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് എളുപ്പം. 1/8 കിട്ടി പ്ലസ് 1/2. അവിടെ 2ൻ്റെ 8ൻ്റെ LCM 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരുന്നു 8, 4. അപ്പോൾ അത് 8 ആണ് LCM. ചെയ്തപ്പോഴും എന്ത് കിട്ടി? 5/8. ഹെൻസ് പ്രൂവ്ഡ്. ഏത് പ്രോപ്പർട്ടി? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഒന്ന് നോക്കിക്കേ, മിസ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കറക്റ്റ് ആയോ എന്ന്. ഒരു പ്രോബ്ലം കൂടെ അതുകൊണ്ട് ചെയ്തിട്ടതുണ്ട്. ഓക്കെ, therefore distributive property satisfied. ഓക്കെ ആണോ? ഇനി നമ്മുടെ ടെക്സ്റ്റിലുള്ള വേറെ ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെ 2/5 ഇൻറ്റു -3/7 -1/14 -3/7 ഇൻറ്റു 3/5. അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഈ -3/7 2 പേർക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ പിടിച്ച് വെളിയിലെടുത്ത്. കണ്ടോ, -3/7 ഇൻറ്റു ബ്രാക്കറ്റിൽ ആരൊക്കെ വന്നു? 2/5 പ്ലസ് 3/5. ഇതിനെ മാറ്റിയിട്ടു. എന്നിട്ട് ഇത് LCM എടുത്ത് ചെയ്തിട്ട് തിരിച്ച് ചെയ്യുന്നതും പ്രോപ്പർട്ടി ഓക്കെ ആയി. ഓക്കെ, സമയം അങ്ങ് ഒത്തിരി പോയല്ലോ. ഓക്കെ, പഠിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മിസ്സിന് കമൻ്റ് ഇടുമോ? വേറെ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ മിസ്സിനെ അറിയിച്ചാൽ മതി, മിസ്സ് ചെയ്തിട്ട് തരാം. ഓക്കെ, സ്റ്റഡി വെൽ. ഗാഡ് ബ്ലെസ് യു.